പാകിസ്ഥാനിലെ ഭീകരവാദത്തിനെതിരായി ഇന്ത്യ നിരന്തരം പോരാട്ടത്തിലാണ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നിരവധി ഭീകരവാദികളെ കൊലപ്പെടുത്താൻ ഇന്ത്യക്ക് സാധിച്ചു. വലിയ വിജയം ആ രംഗത്ത് കൈവരിക്കാനും സാധിച്ചു എന്നാണ് ഇന്ത്യ അവകാശപ്പെടുന്നതും ഇന്ത്യ കൈവരിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ മറുഭാഗത്ത് അരുണാചൽ പ്രദേശിൽ ചൈനയുടെ കയ്യേറ്റം വലിയ രീതിയിൽ വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇന്ത്യയിലെ 27 സ്ഥലങ്ങൾക്ക് ചൈന അവരുടെ പേരുകൾ നൽകിയിരിക്കുകയാണ്. അത് അസംബന്ധമെന്ന് ഇന്ത്യ ഇന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഒരു ഭാഗത്ത് ഭീകരതയ്ക്കെതിരെ ഇന്ത്യ പോരാടുമ്പോൾ മറുഭാഗത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങൾ ചൈന കൈയടക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അരുണാചൽ പ്രദേശിൽ സംഭവിക്കുന്നത്? അരുണാചൽ പ്രദേശിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ അരുണാചൽ പ്രദേശ് എന്ന് നമ്മൾ വിളിക്കുന്ന ഈ സംസ്ഥാനം, അത് ചൈനക്കാർ ഇന്ത്യയുടെ ഭാഗമാണ് എന്ന് അവർ അംഗീകരിക്കുന്നില്ല. അവർ ചൈനയുടെ ഭാഗമല്ല. അവർ അരുണാചൽ പ്രദേശില്ല, സാങ്നാൻ എന്നാണ് അവർ ആ സ്ഥലത്തിന് നൽകുന്ന പേര്. സാങ്നാൻ എന്ന് പറഞ്ഞാൽ സൗത്ത് ടിബറ്റ് എന്നുള്ളതാണ്. 1914 മക്മഹോൺ ലൈൻ, അതാണ് ഈ ടിബറ്റൻ ഈസ്റ്റേൺ ഏരിയയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ അതിർത്തിയെ ഡിമാർക്കേറ്റ് ചെയ്യുന്ന ലൈൻ എന്ന് പറയുന്നത് മക്മഹോൺ ലൈൻ. മക്മഹോൺ എന്ന് പറഞ്ഞാൽ 1914 ബ്രിട്ടീഷ് ഫോറിൻ സെക്രട്ടറി ആയിരുന്നു. അന്നത്തെ ടിബറ്റും ബ്രിട്ടീഷ് ഇന്ത്യയും തമ്മിലുണ്ടാക്കിയ ഒരു ധാരണയിലാണ് ആ ലൈൻ വരുന്നത്. അത് അടിസ്ഥാനപരമായി ചൈന അത് അംഗീകരിക്കുന്നില്ല. അതൊരു കൊളോണിയൽ പ്രോജക്റ്റ് ആണെന്നുള്ളതാണ് ചൈനയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ സാങ്നാൻ ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് എന്നത് അവരുടെ ഒരു സ്റ്റേറ്റഡ് പൊസിഷനാണ്, വളരെ നേരത്തെ തന്നെയുള്ള പൊസിഷനാണ്. 1961 ഇൻഡോ ചൈന യുദ്ധം അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അതിൻ്റെ ഭാഗം മാത്രമല്ല, ഇപ്പുറത്ത് വെസ്റ്റേൺ ഏരിയയിൽ അവർ ഈ അക്സായ് ചിന്നൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. അക്സായ് ചിൻ എന്ന് പറഞ്ഞാൽ 40,000 സ്ക്വയർ കിലോമീറ്റർ, ഏതാണ്ട് കേരളത്തിൻ്റെ അത്രയും വലുപ്പമുള്ള പ്രദേശമാണ്. അത് ചൈനയുടെ കയ്യിലാണ്, നമ്മൾ മനസ്സിലാക്കണം. അതുകൂടാതെ എഗൻ എത്രയോ സ്ക്വയർ കിലോമീറ്റർ പിടിച്ചു എന്ന് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അരുണാചൽ പ്രദേശ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും വലിയൊരു ഭൂപ്രദേശമാണ്. നമ്മൾ കേരളത്തിന് ഏതാണ്ട് മൂന്നിരട്ടി ഉണ്ടത്. 90,000 സ്ക്വയർ കിലോമീറ്റർ വരുന്നൊരു പ്രദേശമാണ്. പക്ഷേ വളരെ കുറച്ച് 15 ലക്ഷമാണ് അവിടുത്തെ ജനസംഖ്യ. നമ്മുടെ ഒരു താലൂക്കിലെ ജനസംഖ്യയും നമ്മളുടെ ഏതാണ്ട് 3 ഇരട്ടി വലുപ്പമുള്ള ഒരു വലിയ പ്രദേശമാണ്. അരുണാചൽ പ്രദേശ് നോഫിൽ പോയിട്ടുണ്ടോ എനിക്കറിയില്ല. നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ എന്താ പറയുക, കടൽ പോലെ പരന്നു കിടക്കുന്ന വനം, ആളില്ലാത്ത, മനുഷ്യരുടെ സ്പർശം പോലും ഇല്ലാത്ത ഏരിയ ഇങ്ങനെ കാണാം. അപ്പോൾ അവിടെ പലപ്പോഴും ചൈന കയറുന്നു, പോകുന്നു, ഗ്രാമങ്ങൾ ഉണ്ടാക്കുന്നു ഒക്കെയുള്ള വാർത്തകൾ വരാറുണ്ട്. ഈ ഇൻഡോ ചൈന യുദ്ധത്തിൻ്റെ സമയത്ത് അവർ കടന്ന് തവാങ് വരെ എത്തിയിട്ടുണ്ട്. തവാങ്ങും കടന്ന് അസമിലെ തെസ്പൂർ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ വരെ അന്ന് ചൈനീസ് സൈന്യം എത്തിയിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. പിന്നെ അവർ തിരിച്ചു പോവുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് അവരന്ന് തിരിച്ചു പോയതിനെക്കുറിച്ച് പലതരം വ്യാഖ്യാനങ്ങളുണ്ട്. അവർ ആക്ച്വലി അന്നത്തെ യുദ്ധത്തിൽ അവരുടെ ലക്ഷ്യം ഈ സാങ്നാൻ ആയിരുന്നില്ല, അക്സായ് ചിൻ ആയിരുന്നു. അക്സായ് ചിൻ അവർ ഹോൾഡ് ചെയ്തു. ഇവിടുന്ന് അവർ തിരിച്ചു മാത്രമേ ഇങ്ങനത്തെ ഒരു ടെറൈൻ ദീർഘകാലം ഹാൻഡിൽ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു കോസ്റ്റ്ലി അഫെയറാണ്. അതുകൂടെ കണ്ടിട്ടാണ് ചൈന അത് തിരിച്ചു പോയെന്നൊക്കെയാണ് അതേക്കുറിച്ച് പറയുന്നത്. ജവഹർലാൽ നെഹ്റുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയ ആഘാതം ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു ഈ ഇൻഡോ ചൈന വാർ എന്ന് പറയുന്നത്. പക്ഷേ ചൈനയുടെ അവകാശവാദം അവിടെ എല്ലാ കാലത്തുണ്ട്. ഈ അരുണാചൽ പ്രദേശുകാരായ ആളുകൾ യാത്ര ചെയ്യുമ്പോൾ, ചൈനയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ വിസ സ്റ്റാമ്പ് ചെയ്യില്ല, പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യില്ല, സ്റ്റേപ്പിൾ ചെയ്യുകയാണ് ചെയ്യുക. അതിൻ്റെ കാരണം അതാണ്, അത് ഞങ്ങളുടെ ഭാഗമാണ് എന്നുള്ളതാണ് അവരുടെ പൊസിഷൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള ഡിപ്ലോമാറ്റിക് എഫേർട്ട് അല്ലെങ്കിൽ പ്രഷർ ടാക്ടിക്സിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംഗതിയാണ് ഈ പുനർനാമകരണം. കഴിഞ്ഞ വർഷം 30-ലേറെ സ്ഥലങ്ങളുടെ പേരുകൾ അവർ മാറ്റിയിട്ടുണ്ട്, ചൈനീസ് പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഇത്തവണ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയാണ് 27 സ്ഥലങ്ങളുടെ പേര് മാറ്റിയത്. അത് ഗ്രൗണ്ടിൽ പ്രയോഗത്തിൽ അതെന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ് പ്രത്യേകിച്ചൊന്നുമില്ല. അതിപ്പോൾ അവരൊരു സ്ഥലത്തിൻ്റെ പേര് മാറ്റിക്കൊണ്ട് മാറാൻ ടെക്നിക്കലി എങ്ങനെയാണ് പേര് മാറ്റുക? അതെ, അതെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു മിനിസ്ട്രി ഉണ്ട്, അതാണ് ചൈനീസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ, അഫയേഴ്സ് ഓഫ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ആ മിനിസ്ട്രിയുടെ പേര്. അഫയേഴ്സ് ഓഫ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ്റെ അവരുടെ ഗസ്റ്റിൽ അവരുടെ സ്ഥലമാണല്ലോ. ഇപ്പം അലഹബാദിൻ്റെ പേര് എങ്ങനെയാണ് പ്രയാഗ്രാജ് എന്നാക്കി മാറ്റിയത്, അതേപോലെ നോട്ടിഫിക്കേഷൻ ഇറക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടെറിട്ടറിയിൽപ്പെട്ട സ്ഥലങ്ങളാണത്.
അത് ഇന്ന് ഇറ്റാനഗറിൻ്റെ പേര് ഇങ്ങനെ ആക്കിയിരിക്കുന്നു. ചൈനയുടെ റെക്കോർഡ്സിൽ ആ ആ പേരായിരിക്കും. പേരായിരിക്കും അതെ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ പ്രയോഗത്തിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ എന്താ പറയുക, ഒരു ഭൂപട യുദ്ധം എന്നൊക്കെ പറയാവുന്ന ആ നിലക്കുള്ളൊരു സംഗതിയാണ്. കഴിഞ്ഞ വർഷം നേപ്പാൾ അവരുടെ മാപ്പ് മാറ്റി വരച്ച ഓർമ്മ ഉണ്ടോ? നേപ്പാൾ എന്ന് പറയുന്ന ഒരു കുഞ്ഞു രാജ്യം, അവരുടെ മാപ്പ് എന്ന് പറയുന്ന ഒരു നാഷണൽ ഐഡൻറ്റിറ്റി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട സംഗതിയാണ്. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഈ നമ്മുടെ മാപ്പിൽ, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ മാപ്പിൽ ഇന്ത്യയുടെ കൈവശമില്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ. ഇപ്പോൾ POK, പാക് ഒക്യുപ്പൈഡ് കശ്മീർ എന്ന് പറയുന്ന പ്രദേശം, അതുപോലെ അക്സായ് ചിൻ എന്ന് പറയുന്ന പ്രദേശം, ഈ രണ്ട് പ്രദേശവും ചേർത്തിട്ടാണ് നമ്മൾ ഇന്ത്യയുടെ മാപ്പ് വരക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ കയ്യിലില്ലല്ലോ, എന്തിനാണ് നമ്മൾ ആ മാപ്പ് വരക്കുന്നത്? അതല്ലാത്ത മാപ്പ് വരച്ചാൽ അയാൾക്കെതിരെ കേസ് എടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതൊരു നാഷണൽ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട, നാഷണൽ പ്രൈഡുമായി ബന്ധപ്പെട്ട ഒരു നാഷണൽ സിമ്പൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മാപ്പ് പേര് എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനമാണ്. അതായത് ഇപ്പം നേപ്പാൾ ഇന്ത്യയുടെ കയ്യിലുള്ള അവർ ക്ലെയിം ചെയ്യുന്ന പ്രദേശങ്ങൾ കൂടെ ചേർത്തുകൊണ്ട് കഴിഞ്ഞ വർഷം അവരുടെ മാപ്പ് പ്രസിദ്ധീകരിച്ചു. ഇത് ഒരു സൈക്കോളജിക്കൽ വാർ എന്നോ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് പ്രഷർ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു സംഗതിയാണ്. ഇൻ ഗ്രൗണ്ട് അതിനെന്താ എഫക്റ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നുമില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാ കാലത്തും ഈ ഒരു പ്രഷർ ചൈന ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അപകടകരമായുള്ളൊരു കാര്യമാണ്. പക്ഷേ അതിനോട് നമ്മുടെ ഭരണകൂടം ശരിയായ വിധം പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി ഈ വിഷയം, ഈ പെരുമാറ്റമല്ല, ഈ ചൈനീസ് ക്ലെയിമുമായി ബന്ധപ്പെട്ട പ്രശ്നം നിരന്തരം പാർലമെൻറ്റിലടക്കം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിനോട് ശരിയായ വിധം റെസ്പോണ്ട് ചെയ്യാൻ നമ്മുടെ ഭരണകൂടത്തിന് ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൽ നമ്മൾ പൊതുവായി കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഈ ഇവിടെയുള്ള ഈ സംഘ പ്രചാരകർ അല്ലെങ്കിൽ അവരുടെ വക്താക്കൾ, നിരന്തരം ഭരണകൂടത്തിൻ്റെ വക്താക്കൾ ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നൊരു പിക്ചർ എന്താണ്? നരേന്ദ്രമോദിജി വിശ്വഗുരുവാണ്, ലോകം മൊത്തം അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്, ഭയങ്കരമാണ്, അദ്ദേഹം വിളിച്ചു പറഞ്ഞ യുക്രൈൻ യുദ്ധം നിൽക്കും ഒക്കെ ഈ മട്ടിലാണ്. പക്ഷെ സത്യത്തിൽ നമ്മുടെ ഡിപ്ലോമാറ്റിക് ഫ്രണ്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വളരെ ഗൗരവത്തിലുള്ള വിമർശനം നടക്കേണ്ട ഒരു സമയമാണ്. നോക്കൂ, നമ്മുടെ ഈ പറയുന്ന പഹൽഗാം ഇൻസിഡൻറ്റിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് നടക്കുന്ന സമയത്ത് തന്നെയാണ് IMF എത്രയോ ബില്യൺ ഡോളർ പാകിസ്ഥാന് ബെയിലോട്ട് കൊടുക്കുന്നത്. ഇന്ത്യ എന്തെല്ലാം നിലക്ക് സമ്മർദ്ദം ചെലുത്തി നോക്കി, നിങ്ങൾ അവരെ കൊടുക്കരുത്, ആ പൈസ കൊടുക്കരുത്, അവരെ തീവ്രവാദത്തിന് ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ട് നടന്നില്ലല്ലോ. ഈ നമ്മുടെ ഇന്ത്യയുടെ അയൽപ്പക്കത്ത് ഭൂട്ടാൻ ഒഴികെ എല്ലാ അയൽപ്പക്ക രാജ്യങ്ങളും ഇന്ത്യക്ക് ഹോസ്റ്റൈലായി മാറിയിരിക്കുകയാണ്. ഇച്ചിരി പോരുന്ന മാൽഡീവ്സ്, ഒരു കുഞ്ഞു ദ്വീപ് സമൂഹമാണ്, 5 ലക്ഷം ജനസംഖ്യയുള്ള ഒരു ചെറിയ രാജ്യം, അവർ നമുക്കെതിരെ. ശ്രീലങ്ക, ഇന്ത്യ ഉണ്ടാക്കിയ രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്, ഇന്ത്യയുടെ സൃഷ്ടിയാണ്, ഇന്ത്യയുടെ ചൈൽഡാണ്. നോക്കൂ, അവിടെ ജനങ്ങൾ ആട്ടി ഓടിച്ചൊരു ഭരണാധികാരിക്ക് നമ്മൾ അഭയം നൽകുക വഴി ഒരു മീനിങ് കോൺവെർസേഷൻ പോലും ആ രാജ്യവുമായി സാധിക്കാത്ത വിധം ഇത്രയും മാരകമായൊരു ഡിപ്ലോമാറ്റിക് ബ്ലണ്ടർ ഏതെങ്കിലും ഒരു രാജ്യം ചെയ്യുമോ? മറ്റൊരു രാജ്യത്ത് ജനകീയ പ്രക്ഷോഭത്തിലൂടെ പുറത്താക്കപ്പെട്ടൊരു ഭരണാധികാരിക്ക് സ്വന്തം അയൽ രാജ്യം അഭയം നൽകുക, അവർക്കെതിരെ ഇപ്പോൾ കേസുകൾ വരുന്നു, ജിനോസൈഡ് അടക്കമുള്ള ക്രൈംസ് അഗൈൻസ്റ്റ് ഹ്യൂമാനിറ്റി അടക്കമുള്ള കേസുകൾ വരുന്നു. അവർ അവിടെ ഒരു വാണ്ടഡ് ക്രിമിനലായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ അവർക്ക് അഭയം കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നൊരു രാജ്യം, നമ്മളുണ്ടാക്കിയൊരു രാജ്യം ഹോസ്റ്റൈലായിട്ട് നിൽക്കുക. ഇങ്ങനെ ഈ ഡിപ്ലോമാറ്റിക് ഫ്രണ്ടിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? വിശ്വഗുരു എന്ന് പുറമേക്ക് പറയുകയും പക്ഷേ നേർവിപരീതമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമുണ്ട്. ഇത് ഉള്ള സുഹൃത്തുക്കളെ പോലെ ശത്രുക്കളാകുന്ന ഈ ആഭ്യന്തര രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കുഞ്ഞു കാര്യങ്ങളുടെ പേരിൽ ഉള്ള സുഹൃത്തുക്കളെ ശത്രുക്കളാക്കുന്ന നില കൂടെ വന്നിരിക്കുകയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത ജെ നന്ദകുമാറിൻ്റെ പ്രസംഗമുണ്ടല്ലോ, RSSൻ്റെ ദേശീയ നേതാവാണത്, അവരുടെ ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ ദേശീയ കൺവീനറാണ്. ആ പ്രഭാഷണത്തിൽ, നമ്മൾ ആ റിപ്പോർട്ടിൽ ഇല്ലാത്തൊരു ഭാഗമാണ്, ആ പ്രഭാഷണത്തിൽ പുള്ളി പറയുന്നൊരു കാര്യമുണ്ട്. ഇറാനെക്കുറിച്ച് പറയാണ്, ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക ഭീകര രാഷ്ട്രം എന്നാണ് ഇറാനെക്കുറിച്ച് പറയുന്നത്. ആരാ പറയുന്നത്? ഇന്ത്യ ഭരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ദേശീയ നേതൃത്വമുള്ള ഒരാളാണ്. ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക ഭീകര രാജ്യം ഇന്ന് ഇറാനെക്കുറിച്ച്. ഒന്ന് ആലോചിച്ചു, ഇന്ത്യയുടെ വിദേശ നയം, ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള പൊസിഷൻ എന്താണ് ഇറാനുമായി ബന്ധപ്പെട്ട്? ഡിപ്ലോമാറ്റിക് ലാംഗ്വേജിൽ പറഞ്ഞാൽ ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ ഇറാനെക്കുറിച്ചുള്ള ഇന്ത്യയുടെ പൊസിഷൻ എന്താണ്?
നമ്മുടെ സ്ട്രാറ്റജിക് പാർട്ട്ണറാണ്. നോക്ക്, ഇന്ത്യയുടെ ഔദ്യോഗിക വിദേശ നയത്തിൻ്റെ നയം സ്ട്രാറ്റജിക് പാർട്ട്ണർ എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് RSSൻ്റെ ദേശീയ നേതാവ് എന്താ പറയുന്നത്? ഭീകര രാജ്യമെന്നാണ്. ഈ ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുക. ഇറാൻ വിദേശകാര്യമന്ത്രി ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ ഇറാൻ വിദേശകാര്യമന്ത്രിയെക്കുറിച്ച് ഇവിടെയുള്ളൊരു ടെലിവിഷൻ കമൻറ്റേറ്റർ പ്രധാനമന്ത്രി എന്താണ് ഗൗരവ് ആര്യ, അയാൾ ടെലിവിഷനിൽ പറയുകയാണ് ഇയാൾ പന്നിയാണ്, പന്നിയുടെ സന്തതിയാണ്. ഇറാൻ ഔദ്യോഗികമായിട്ട് തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തി. ഒന്നാലോചിച്ചു, നമ്മൾ സ്ട്രാറ്റജിക് പാർട്ട്ണറായിട്ട് കാണുന്ന ഒരു രാജ്യം, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് INSTC എന്ന് പറയുന്നത്, ഇൻ്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസിറ്റ് കോറിഡോർ എന്ന് പറയുന്ന സെൻട്രൽ ഏഷ്യയിലേക്ക് ഇന്ത്യയിലേക്ക് ചരക്കുകൾ പോകാനുള്ള സംവിധാനം. INSTC എന്ന് വെച്ചാൽ ഇറാനും ഇന്ത്യയും തമ്മിലൊരു പ്രോജക്റ്റാണ്. ഷബാർ പോർട്ട്, ഇറാനിൽ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്ന പോർട്ടാണത്. ഒരുപക്ഷെ മറ്റൊരു രാജ്യത്ത് ഇന്ത്യക്ക് അങ്ങനെ ഉണ്ടാവില്ല. ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്ന പോർട്ടാണ്, സീ പോർട്ട്, ഇറാനിലെ സീ പോർട്ടാണ് ഷബാർ പോർട്ട്. ഇന്ത്യക്ക് വേണ്ടിയാണ് അത് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ളൊരു രാജ്യത്തെക്കുറിച്ച് ഭരണകൂടത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള, ഭരണകൂടത്തെ നയിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ഈ നിലക്ക് പരസ്യ പ്രസ്താവന നടത്താൻ എന്തുകൊണ്ട് അവർ ചെയ്യുന്നത് അറിയോ? അവർക്ക് ഇറാൻ എന്താണ്, ഇറാൻ മുസ്ലിങ്ങൾ ധാരാളമുള്ള രാജ്യമാണ്. അപ്പം ഇവിടുത്തെ ഡൊമസ്റ്റിക് എനിമിയെ അവനെ ചീത്ത പറഞ്ഞാൽ ഇവിടെ കൊള്ളും എന്നുള്ളതാണ് കാണുന്നത്. ഈ ഡൊമസ്റ്റിക് എനിമിയെ തോൽപ്പിക്കുക, അവനെ ലൊക്കേറ്റ് ചെയ്യുക, അവനെ കുരുക്കുക, അവനെ എന്താണ് പുഷ് ഹിം ടു ദ വാൾ, ഇതാണ് ഒരു സമീപനമായി സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ ഈ ഇൻ്റർനാഷണൽ റിലേഷനിൽ അതിൻ്റെ ആഘാതങ്ങൾ വരികയാണ്. ഇപ്പം നമ്മുടെ വിദേശകാര്യ മന്ത്രി എന്ന് പറയുന്നത് ഡോക്ടർ ജയശങ്കർ, അദ്ദേഹം ഒരു കരിയർ ഡിപ്ലോമാറ്റ് എന്നുള്ള നിലയിൽ ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിക്ക് ഗംഭീരമായി പെർഫോം ചെയ്ത ഒരാളാണ്. സോഫ്റ്റ് സ്പോക്കനായുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഈ മന്ത്രിയായതിനു ശേഷം അദ്ദേഹം സംസാരിക്കുന്ന രീതി നോക്കൂ, അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയിൽ തന്നെ മാറ്റം വന്നു. ഡിപ്ലോമാറ്റിക് ലാംഗ്വേജ് പലപ്പോഴും അദ്ദേഹം ഉപയോഗിക്കുന്നില്ല. ഇവിടെയുള്ള ഈ റാബൽ റൗസേഴ്സ് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഈ റിഗ്രസീവ് ലാംഗ്വേജ് അദ്ദേഹം ഉപയോഗിക്കുന്നു. ഇതൊരു ഇൻ്റർനാഷണൽ ഡിപ്ലോമസിയിൽ ഇത് വർക്ക് ചെയ്യുന്നില്ല. ഞങ്ങൾ വിശ്വഗുരുവാണ്, ഞങ്ങളുടെ മോദിജി വിശ്വഗുരുവാണ് എന്ന് വെറുതെ ഈ ഡൊമസ്റ്റിക് സബ്സ്ക്രൈബേഴ്സിനിടയിൽ പ്രചരിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല. അന്താരാഷ്ട്ര തലത്തിൽ ഡിപ്ലോമാറ്റിക് ഫ്രണ്ടിൽ എന്താണ് നടക്കുന്നത്, യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യക്കാർ മൊത്തം ആത്മവിമർശനം നടത്തുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വിചാരണ നടക്കാത്തതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു ഭാഗത്ത് ഈ പ്രോക്സികൾ ഉപയോഗിച്ച് പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുഴപ്പങ്ങൾ, ചൈന നടത്തിക്കൊണ്ടിരിക്കുന്ന കയ്യേറ്റങ്ങൾ, അതിനെ ശരിയാം വിധം ചോദ്യം ചെയ്യുന്നതിൽ നമ്മുടെ ഭരണകൂടം എത്ര കണ്ട് വിജയിക്കുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് ഈ സമയത്ത് വരേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയുടെ ഡിപ്ലോമസി ചൈനയുടെ മുന്നിൽ നിഷ്പ്രഭമാണ്. ഇത് ഡിപ്ലോമസിന് മാത്രം പ്രശ്നമല്ലല്ലോ. കാരണം ഇന്ത്യ ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളൊരു തർക്കമാണത്. ഇന്ത്യ ഉണ്ടാകുന്നതിന് എത്രയോ വർഷം മുമ്പുള്ള ലൈനാണ് ഈ മക്മോഹൻ ലൈൻ എന്ന് പറയുന്നത്. അത് തന്നെ ഒരു ഡെഫിനിറ്റീവ് അല്ല ഈ ലൈൻ. കാരണം ഇതൊന്നും ആൾ താമസമില്ലാത്ത സ്ഥലങ്ങളാണ്. അരുണാചൽ പ്രദേശിൻ്റെ അതിർത്തി പ്രദേശങ്ങളാണെങ്കിലും അക്സായിച്ചിൻ്റെ ആണെങ്കിലും അക്സായിച്ചിൽ നിന്ന് മനുഷ്യവാസമേ ഇല്ലാത്ത സ്ഥലമാണ്, മഞ്ഞുമൂടി കിടന്ന സ്ഥലമാണ്. അപ്പോൾ കൃത്യതയില്ലാത്ത ചില മേഖലകളുണ്ട്. ഈ അന്താരാഷ്ട്ര അതിർത്തി എന്ന് നമ്മൾ പറയുന്ന അന്താരാഷ്ട്ര അതിർത്തിയിൽ കൃത്യതയില്ലാത്ത സ്ഥലമുണ്ട്. അത് പാകിസ്ഥാനായിട്ടുമുണ്ട്. ഈ പറയുന്ന ഗിൽജിത് ബാൾട്ടിസ്ഥാൻ, ആ ഭാഗത്ത് ഈ ചിക്കൻ നെക്ക് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന സ്ഥലം. അവിടെയൊന്നും കൃത്യതയില്ല. പക്ഷെ നമുക്ക് കൃത്യതയുള്ള എവിടെയാണ്? നമ്മുടെ സൈന്യം നിലയുറപ്പിച്ചിട്ടുള്ളത് പാകിസ്ഥാൻ അതിർത്തിയിലാണെങ്കിൽ LOC ആണ്, ചൈന അതിർത്തിയിലാണെങ്കിൽ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ കൃത്യതയുണ്ട്, നമ്മളവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മക്മോഹൻ ലൈനും LACക്കും ഇടയിൽ ധാരാളം സ്ഥലമുണ്ട്. നമ്മളത് പേന കൊണ്ട് വരയ്ക്കുമ്പോൾ അടുത്തടുത്താണെങ്കിലും ഇതിനിടയിൽ വലിയ സ്ഥലമാണിത്. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിനും മക്മോഹൻ ലൈനിനുള്ളിൽ കുറേ സ്ഥലമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സ്ഥലങ്ങളിലൊന്നും ചൈനയ്ക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇന്ത്യക്കൊന്നും ചെയ്യാൻ. അതൊരു ബഫർ സോണായിട്ടാണ് സാധാരണ കിടക്കാറുള്ളത്. ഈ ബഫർ സോണിലാണ് യഥാർത്ഥത്തിൽ അരുണാചൽ പ്രദേശിൽ ഗ്രാമങ്ങൾ പണിതു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ, അത് ഈ ബഫർ സോണിലാണ്. അപ്പോൾ എന്തിനാണ് ചൈന ഈ തിബത്തും കടന്ന് ഈ ഇന്ത്യയുടെ അതിർത്തിയിലെ ബഫർ സോൺ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഇൻ്റർനാഷണൽ ബോർഡറിനും ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിനിടയിൽ ഗ്രാമങ്ങൾ പണിത് അതിന് പേരിടുകയും അത് മിലിറ്ററിക്ക് വേണ്ടി മാത്രമല്ല ഗ്രാമങ്ങൾ പണിയുന്നത്, സിവിൽ യൂസിന് കൂടിയുള്ളതാണെന്നാണ് ഇൻ്റർനാഷണൽ റിപ്പോർട്ടുകൾ വരുന്നത്. എന്തിനാണ് അത് പണിയുന്നത്? അതിൻ്റെ ഒരു ലോജിക്ക് ആലോചിച്ച് നോക്ക്. അതായത് അവർ അരുണാചൽ പ്രദേശ് ആഗ്രഹിക്കുന്നു,
അതിലേക്ക് കുറേ കൂടി അവിടെ അടുത്ത് വരികയാണ്. നമ്മൾ 2020 കണ്ടതുപോലെ അവരെന്തിനാണ് LAC കടന്നാണ് വന്നത്. ഒരു തടാകമുണ്ടല്ലോ, ഒരു തടാകം കടന്ന് ഇപ്പുറത്തെത്തിയിട്ടാണ് ഇന്ത്യൻ ആർമിയായിട്ട് അവർ ഫൈറ്റ് ഉണ്ടായത്. അപ്പോൾ ഇവരാഗ്രഹിക്കുന്നത് ഇവർ കടന്നു കയറാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ശത്രു ആരാണ്? അത് പാകിസ്ഥാനാണോ ചൈനയാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും ഇന്ത്യയോട് ശത്രുതയോടെ പെരുമാറുന്ന, ഇന്ത്യൻ ടെറിട്ടറിയിലേക്ക് കടന്നു കയറുന്ന രാജ്യം അവർ ഭീകരവാദം വഴിയാണ് അത് ചെയ്യുന്നത്. പാകിസ്ഥാൻ നടന്നത് ക്രോസ് ബോർഡർ ടെററിസം വഴിയാണ് ചെയ്യുന്നതെങ്കിൽ ഇവരുടെ സൈന്യം തന്നെയാണ് അത് ചെയ്യുന്നത്. പക്ഷേ പാകിസ്ഥാനെതിരെ നമുക്ക് നമ്മുടെ ഒരു വിദേശകാര്യ നയപ്രകാരം നമ്മൾ പെരുമാറുമ്പോൾ അതിന് രാഷ്ട്രീയമായ ലാഭം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുമ്പോൾ ആ സിന്ദൂർ നടത്തുന്നതാണെങ്കിലും 1970 ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശ് വിമോചിക്കുമ്പോഴാണെങ്കിലും ഇന്ദിരാഗാന്ധിക്കും അതിൻ്റെ പൊളിറ്റിക്കൽ ഡിവിഡൻഡ് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ 1970 ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശ് വിമോചിപ്പിക്കുന്ന സമയത്താണ് അന്ന് ജനസംഘ നേതാവ് വാജ്പേയി അദ്ദേഹത്തെ ദുർഗ എന്നാണ് വിളിച്ചത്. അഭിനവ് ദുർഗ എന്നാണ് വിളിച്ചത്. പാർലമെൻറ്റിൽ അഭിനവ് ദുർഗ എന്നാണ് ഇന്ദിരാഗാന്ധി വിളിച്ചത്. ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശ് വിമോചനത്തിന് ശേഷം പാർലമെൻറ്റിൽ കടന്നു വരുമ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും MP എഴുന്നേരുന്ന് അവർക്ക് കൈയടിക്കുകയായിരുന്നു. അന്ന് ഇന്ദിരാഗാന്ധി അനുഭവിച്ച ഒരു പിന്തുണയുണ്ടല്ലോ, ആ പിന്തുണയ്ക്ക് അധിക സമയം ഉണ്ടായില്ല. ഈ ബംഗ്ലാദേശ് യുദ്ധത്തിൻ്റെ കാലത്താണ് മിസ എന്ന് പറയുന്നൊരു നിയമം ഉണ്ടാക്കിയത് ഇന്ദിരാഗാന്ധി. മിസ എന്ന് പറയുന്ന നിയമം ഉണ്ടാക്കി ആളുകളുടെ വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാതാക്കി. അതുപോലും കുഴപ്പമില്ല, കുറച്ചുകൂടി സർക്കാരിന് പവർ കിട്ടിക്കോട്ടെ എന്നാണ് അന്ന് വാജ്പേയി പറഞ്ഞത്. ഈ സമയത്ത് മിസ പ്രകാരം ജയിലിലായ ആളാണ് ലാലു. അദ്ദേഹം അന്ന് ജയിലിൽ നിന്നുണ്ടായ കുഞ്ഞിന് അദ്ദേഹം മിസ ഭാരതി എന്ന് പേരിട്ടു. അപ്പോൾ ഈ മിസ നിയമം ഉണ്ടാകുന്ന എമർജൻസിക്കും വർഷങ്ങൾക്ക് മുമ്പാണ്. ബംഗ്ലാദേശ് വിമോചനകാലത്താണ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ഘട്ടം മെയിൻ്റനൻസ് ഓഫ് ഇന്റർണൽ സെക്യൂരിറ്റി ആക്ട്. പിന്നെ നമ്മൾ കാണുന്നത് എമർജൻസി പ്രഖ്യാപിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഒരു യുദ്ധം കൊണ്ട് ആഭ്യന്തരമായി പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടാകുന്നുണ്ട് എല്ലാ സർക്കാരുകൾക്കും. ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിട്ടുണ്ട്, മോദിക്കും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡിപ്ലോമസിയുടെ ഒരു അടിസ്ഥാന ബാലപാഠം എന്ന് പറയുന്നത് നമ്മുടെ ആഭ്യന്തര രാഷ്ട്രീയം നമ്മുടെ ഡിപ്ലോമസിയെ സ്വാധീനിക്കരുതെന്നാണ്. അപ്പോൾ നമുക്ക് ആഭ്യന്തരമായി ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ ആഭ്യന്തരമായി എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് കരുതിയായിരിക്കരുത് ഒരു കാരണവശാലും നമ്മളൊരു വിദേശ നയത്തിൽ ഒരു നിലപാട് സ്വീകരിക്കേണ്ടത്. ഇതിൻ്റെ ബാലപാഠമാണ്, എല്ലാ രാജ്യങ്ങളും പിന്തുടരുന്ന ബാലപാഠമാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കാണുന്നത് അതിന് നേർ തിരിച്ചുള്ള കാര്യങ്ങളാണ്. ആഭ്യന്തരമായി നമുക്ക് നേട്ടമുള്ള കാര്യങ്ങളിൽ നമ്മൾ കുറേ കൂടി റെട്ടറിക് ആവുകയും കുറേ കൂടി സംസാരിക്കുകയും കുറേ കൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതേസമയം ഇവിടെ ഇപ്പോൾ ചൈനയ്ക്കെതിരെ നമ്മളൊരു യുദ്ധം ഉണ്ടായെന്ന് കരുതിക്കോ, അത് ഏത് സർക്കാർ ചെയ്താലും, ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുമ്പോഴാണെങ്കിലും BJP ഭരിക്കുമ്പോഴാണെങ്കിലും ചൈനയ്ക്കെതിരെ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ആകെ ചെയ്യാൻ കഴിയുന്നതാണ് ചൈനീസ് ചാരന്മാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആകെ അവശേഷിക്കുന്ന CPM-കാരെ കുറേ ചീത്ത വിളിക്കാമെന്നല്ലാതെ അതുകൊണ്ട് ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോൾ ചൈനയെ പിന്തുണയ്ക്കുന്നവർ എന്ന് അധിക്ഷേപിച്ചുകൊണ്ട് CPM-കാരെ ചീത്ത വിളിക്കാമെന്നല്ലാതെ ഒരു പാർട്ടിക്കും ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല എന്നല്ല. അതുകൊണ്ട് അപ്പോൾ ചൈനയുടെ അഗ്രഷന് ചെറുക്കണോ പാകിസ്ഥാൻ്റെ ക്രോസ് ബോർഡർ ടെററിസ്റ്റ് ചെറുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ചെറുക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ കൂടുതൽ നമ്മൾ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക എന്നാണ് പാകിസ്ഥാനുമായി റിലേറ്റഡ് കാര്യങ്ങളാണ്. അത് പാകിസ്ഥാനുമായിട്ടുള്ള വിഷയം മാത്രത്തിലല്ല, ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങൾ, നമ്മുടെ അയൽവക്ക രാജ്യങ്ങൾ, ഇപ്പോൾ ശ്രീലങ്ക, ദൗസായി പറഞ്ഞു, ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, മാൽഡീവ്സ്. ഇപ്പോൾ മാൽഡീവ്സിന് നമ്മൾ കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കുകയാണ് അവരുമായിട്ട് കൂട്ടുകൂടാൻ വേണ്ടി. അവിടെ നമ്മൾ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ പണം നിക്ഷേപിക്കാൻ പോവാണ്. കഴിഞ്ഞ ദിവസം വന്ന വാർത്തയാണ്. അതായത് അവർ പിണങ്ങി കാണുന്ന അങ്ങോട്ട് പണം കൊടുത്തിട്ടാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് വളരെ തന്ത്രപ്രധാനമായ ഒരു മേഖലയാണ് മാൽഡീവ്സ്. കാരണം ചൈന സീയുടെ സമീപത്താണ് അതുള്ളത് എന്ന് മാത്രമല്ല ഈ കപ്പൽ പാതകൾക്ക് അടുത്തുള്ളൊരു ദ്വീപസമൂഹമാണ് അത്. ഒരുപാട് കാര്യങ്ങളിൽ തന്ത്രപ്രധാനമായ സ്ഥലമാണ്. അവർ നമുക്ക് എതിരാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ചൈന ഒരു വശത്തോട് നമ്മളിങ്ങനെ വളഞ്ഞു നിൽക്കുന്നു. ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാൻ ഇങ്ങനെ വളഞ്ഞു നിൽക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന രാജ്യങ്ങളാണ്. നമുക്കൊരു സാർക്ക് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വാക്ക് ഇപ്പോൾ നമ്മൾ കേട്ടിട്ട് എത്ര വർഷമായി? സാർക്ക് ഉച്ചകോടി എന്നൊക്കെ നമ്മൾ നിരന്തരം വാർത്തകൾ കേട്ടുകൊണ്ടിരുന്നുണ്ട് ഒരു 10-15 വർഷം പോലെ. ഇന്നങ്ങനെ ഒരു സാധനം ഇല്ലാതായതിൻ്റെ കാരണം ഈ പറഞ്ഞ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ അയൽ രാജ്യങ്ങൾ നമ്മൾ വിട്ടുപോയതുകൊണ്ടാണ്. അങ്ങനെ ഉച്ചകോടി നടക്കാറില്ല. ഈ സാർക്ക് രാഷ്ട്രത്തലവന്മാരും ഇങ്ങോട്ട് വരുന്നും കാണാറില്ല. മോദി ഇപ്പോൾ 3 പ്രാവശ്യം പ്രധാനമന്ത്രിയായല്ലോ. സാധാരണ രീതിയിൽ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ചുമതലയേക്കുമ്പോൾ സാർക്ക് രാഷ്ട്രത്തലവന്മാരൊക്കെ വന്നിട്ട് കൂടെ ഉണ്ടാവാറുണ്ട്. പക്ഷേ പകരം നമുക്കിപ്പോൾ വേറെ ആരൊക്കെയാണ് വരുന്നത്? ആരും വരുന്നില്ല എന്നല്ല പറയുന്നത്. ഇങ്ങനെ സാർക്ക് എന്ന് പറയുന്ന സാഹചര്യം. അപ്പം നമുക്ക് അയൽവക്കത്ത് പോലും പിന്തുണയില്ല, മറ്റിടത്ത് പിന്തുണയുണ്ടെന്ന് പറയും. ഇപ്പോൾ ചൈനയ്ക്കെതിരെ ഇന്ത്യ അമേരിക്ക ഒരു സ്ട്രാറ്റജിക് പങ്കാളിയാക്കി മാറ്റുന്നു എന്നാണ് പൊതുവെയുള്ള ധാരണ. അങ്ങനെ സ്ട്രാറ്റജിക് പങ്കാളിയാക്കുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ ചൈനയ്ക്കെതിരെ ഇപ്പോൾ ചൈനയുമായി താരിഫാർ വന്നു. ആ താരിഫാർ കൊണ്ടുവരുമ്പോൾ പോലും ട്രംപ് എന്താ ചെയ്യുന്നത്? നിങ്ങൾ തീരുവ കുറയ്ക്കുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത് തീരുവ കുറയ്ക്കാനുള്ള തീരുമാനമായിരുന്നു.
തീരെ കുറയ്ക്കാനുള്ള തീരുമാനം എന്ന് പറയുമ്പോൾ കൊള്ളാം, നമ്മളെല്ലാവരും നമ്മുടെ ഇന്ത്യൻ മിഡിൽ ക്ലാസ് വിചാരിക്കുക 1,00,000 രൂപയുടെ ഐഫോൺ 50,000 രൂപ കിട്ടും, അതാണ് വിചാരിക്കുക. അതല്ല സംഭവിക്കാൻ പോകുന്നത്. അമേരിക്കയിൽ നിന്നുള്ള കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഡംപ് ചെയ്യാൻ പോവാണ്. അമേരിക്കൻ ഗോതമ്പ്, പരുത്തി, ചാണകം എന്ന് വേണ്ട, അവിടെ വലിയ അഗ്രി ബിസിനസ് വ്യവസായികൾ പോലെ കൃഷി ചെയ്യുന്ന ആളുകൾ അവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഡംപ് ചെയ്ത് ഇന്ത്യയിലെ കർഷകർ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഡിസാസ്റ്ററാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം ഇന്ത്യക്കാരെ എന്താണ് പറയുക, ഇതിലെ മോഹവലയത്തിൽപ്പെട്ടു പോയിരിക്കുകയാണ്. ഈ ഡിപ്ലോമസി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് കലിംഗയിൽ നിന്ന് സംസാരിക്കേണ്ട ഒരു കാര്യമേ അല്ല. കലിംഗയിൽ നിന്ന് സംസാരിക്കുക അല്ലെങ്കിൽ പാർലമെൻറ്റിൽ പോലും സംസാരിക്കേണ്ട പ്രശ്നമല്ല. പക്ഷേ നിർണായകമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സർക്കാർ തയ്യാറാവണം. അത് ചൈനയെക്കുറിച്ചാണെങ്കിലും പാകിസ്ഥാൻ്റെ ക്രോസ് ബോർഡർ ടെററിസ്റ്റ് ആണെങ്കിലും അരുണാചൽ പ്രദേശിലെ പേര് മാറ്റുന്നതാണെങ്കിൽ വെറുതെ പേര് മാറ്റമല്ല അത്. ഇപ്പോൾ ജയശങ്കർ പറയുന്ന പോലെ നിങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ പേര് നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ അല്ലാതാവുന്ന പറയുമ്പോൾ തീരുന്ന പ്രശ്നമല്ല. അവരെന്തിനാണ് ജനവാസമില്ലാത്ത ഈ മേഖലയിൽ ഈ മക്മോഹൻ രേഖയ്ക്കും LACക്കും ഇടയിലുള്ള ഈ പ്രദേശത്ത് വീട് പണിയുന്നുള്ളൊരു ചോദ്യമുണ്ടല്ലോ, അതെന്തിന് ചെയ്യുന്നു? അതിന് ലോജിക്ക് ഉണ്ടാവുമല്ലോ, അതിന് മറുപടി പറഞ്ഞ് മതിയാകും.